പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിഷേകം എന്നുള്ളത് ഏറ്റവും വിലയേറിയ ഒരു സംഗതിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വാഞ്ചയായിരിക്കണം. മൺകൂടാരമായ നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും ശക്തിയുള്ള പരിശുദ്ധാത്മാവിനെ വഹിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള ഒരു പദവിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട യേശു കർത്താവിനെ ആ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. റോമൻ പടയാളികളും റോമൻ ഗവൺമെൻറ്റുമെല്ലാം മുദ്ര വച്ച് അടച്ച് ഉറപ്പിച്ച ആ കല്ലറയ്ക്കകത്ത് നിന്ന് ആരുടെയും സഹായമില്ലാതെ യേശുവിനെ ഉയർപ്പിച്ച ശക്തി, ആ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് കഴിയുക, ആ ശക്തി നമ്മുടെ ഉള്ളിൽ പാർക്കുക എന്നുള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദൈവം നമുക്ക് എത്ര ശ്രേഷ്ഠതയാണ് തന്നിരിക്കുന്നത് എന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇന്ന് പകലിലും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ടുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് തയ്യാറാകുക. ഇതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, കൊതിക്കുക. ആ മാളിക മുറിക്കകത്ത് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ ഇറങ്ങി വന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ ഇന്ന് പകലിലും എൻ്റെ ദൈവം ശക്തൻ തന്നെയാണ്. നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത്, നമ്മുടെ മുകളിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത് വെറുതെ ഒരു മുറിക്കകത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുവാനായിട്ടല്ല, വെറുതെ നമ്മുടെ എല്ലാ നല്ല സാഹചര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തിന്നുകുടിച്ച് തൃപ്തരായിരിക്കുവാൻ വേണ്ടിയല്ല. എന്നാൽ ഒരു മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുമ്പോൾ അവനെപ്പറ്റി ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരിക്കും. തൻ്റെ അനോയിൻറ്റിങ്, തൻ്റെ അഭിഷേകം ഒരു മനുഷ്യൻ്റെ മേൽ പകരുമ്പോൾ അവനെ ഒരു വലിയ ദൗത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നയിക്കുക. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം അഭിഷേകത്താൽ ജനം നിറയപ്പെട്ടോ, ആരുടെ മേലൊക്കെ അഭിഷേകം കടന്നു വന്നുവോ അവരിലൂടെ വലിയ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലും അഭിഷേകം നമുക്ക് കാണാം. ശമൂവേൽ പ്രവാചകനാൽ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു. ദാവീദ് അടങ്ങി ഒതുങ്ങി ഇരിക്കുവാനായിട്ടില്ല, 2 പാട്ട് പാടി ആടുകളെ മേയിച്ച് നടക്കുവാനായിട്ടല്ല തൻ്റെ മേൽ അഭിഷേകം കടന്നു വന്നത്. ഇസ്രായേലിൻ്റെ രാജാവായി ഒരു വാഴ്ച നടത്തുവാൻ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. മല്ലനായ ഗോലിയാത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചെടുക്കുവാൻ ആ അഭിഷേകത്തിലൂടെ ദൈവം തന്നെ സജ്ജനാക്കുകയായിരുന്നു. തനിക്ക് പിന്നാലെ ഓടി നടന്ന ശൗൽ രാജാവിൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തെ പിന്നെയും മുന്നിലേക്ക് നയിക്കുവാൻ ഇതേ അഭിഷേകം ദാവീദ് എന്നുള്ളൊരു ആട്ടിടയ ബാലനെ സജ്ജനാക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് പകലിലും അഭിഷേകം പ്രാപിച്ച നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കുവാൻ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ദേശങ്ങളിൽ വാദിച്ചു നിൽക്കുന്ന പൈശാചിക കോട്ടകളെ തകർക്കുവാൻ, പൈശാചികൻ്റെ നുകങ്ങളെ ഉടച്ചു കളയുവാൻ നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം, അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എലീശ പ്രവാചകൻ തൻ്റെ ഒരു ശിഷ്യനെ യേഹൂ എന്നുള്ള ഇസ്രായേലി കമാൻഡറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവനോട് ഇപ്രകാരം പറയുകയാണ്, നീ യേഹൂവിനെ വിളിച്ചൊരു മുറിക്കകത്ത് കൊണ്ടുപോയി ഈ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. വെറുതെ ഒരു രാജകീയ പദവി കൊടുത്തുകൊണ്ട് അഭിഷേകം ചെയ്യണമെന്നല്ല യേഹൂവിനെ പറ്റി എലീശ പ്രവാചകൻ പറഞ്ഞയക്കുന്നത്. തുടർന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗൃഹം അശേഷം മുടിഞ്ഞു പോകണം. ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും.
ഞാൻ ആഹാബ് ഗൃഹത്തെ നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ ഗൃഹത്തെപ്പോലെയും അഹിയാവിൻ്റെ മകനായ ബേശയുടെ ഗൃഹത്തെപ്പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രയേൽ പ്രദേശത്തു വച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരുമുണ്ടാകില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹൂവിൻ്റെ തലമേൽ തൈലമൊഴിച്ച് അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ആ പ്രവാചക ശിഷ്യൻ തന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ, യേഹൂവിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നാം അവിടെ വായിക്കുന്നത്. അവിടെ ഒരിടത്ത് പോലും യേഹൂ സ്വസ്ഥമായിട്ട് കൊട്ടാരത്തിനകത്ത് ഇരുന്നാൽ മതി, നീ ഒരു രാജാവായിട്ട് അവിടെ ഇരുന്നാൽ മതി, നീ തിന്നു കുടിച്ച് തൃപ്തനായി ഇരുന്നാൽ മതി എന്നല്ല യേഹൂവിനോട് ആ പ്രവാചക ശിഷ്യൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇസ്രായേൽ എന്നുള്ളത് ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി, രാഷ്ട്രമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, പാപം. ആഹാബും ഇസബേലും ചേർന്ന് ഇസ്രായേലിനെ പാപത്തിലേക്ക് വഴി നടത്തി ഇസ്രായേൽ ഇതാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം എപ്പോഴും മനുഷ്യനെ മുടിച്ചു കളയുന്നതാണ്. പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ നാശയോഗ്യനായി തീരുകയാണ് എന്നുള്ളതുപോലെ പാപം ചെയ്ത് ഇസ്രായേൽ ദൈവത്തിങ്കൽ നിന്ന് അകന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇനി ആഹാബിനെയും ഇസബേലിനെയും അധികകാലം വെച്ചു പൊറുപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇസബേലും ആഹാബും ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ നാം വായിച്ചു. പ്രവാചകന്മാരെയും യഹോവയുടെ പ്രവാചക ശിഷ്യന്മാരെയും ഒക്കെ കൊല്ലുവാൻ അതിനുവേണ്ടി മാത്രം അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബാൽ എന്നുള്ള അന്യദൈവത്തെ ആരാധിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ദേശം മുഴുവനും ബാലിൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് നിറയ്ക്കുകയും ബാലിൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ബാലിന് ക്ഷേത്രങ്ങൾ ഒരുക്കുകയും ബാലിനെ പ്രസാദിപ്പിക്കുവാനും ബാലിനെ പ്രീതിപ്പെടുത്തുവാനായിട്ടും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആഹാബിൻ്റെ ഗൃഹത്തെ മാറ്റിക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മാത്രം യേഹൂവിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. നോക്കുക, ഒരു സാധാരണ കമാൻഡറായിരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ തന്നെ തൻ്റെ ആയുഷ്കാലം പൂർത്തീകരിക്കേണ്ട ഒരു മനുഷ്യനെ ദൈവം പിടിച്ച് അഭിഷേകം ചെയ്ത് ഒരു വലിയ പദ്ധതി അവൻ്റെ മേൽ ദൈവം ഒരുക്കി വയ്ക്കുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ, പിശാചിൻ്റെ കോട്ടകൾക്ക് ഇളക്കമുണ്ടാക്കുവാൻ, പിശാചിൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ട് അവൻ്റെ നുകത്തെ ഉടച്ചു കളഞ്ഞ് ദേശത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. തുടർന്ന് നാം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം 27-ാമത്തെ വചനത്തിലെത്തുമ്പോൾ അവൻ ബാൽ സ്തംഭത്തെ തകർത്ത് ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. അത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. തുടർന്ന് നാം കാണുന്നത് ദൈവം യേഹൂവിലൂടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആഹാബിൻ്റെ കുടുംബത്തെ മുഴുവനും നീക്കിക്കളഞ്ഞുകൊണ്ട് ആഹാബിൻ്റെ മകനായ യോരാം രാജാവിനെ താൻ ആ ദേശത്തു നിന്ന് മാറ്റി ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിനെ തകർത്തു കളഞ്ഞു. മാത്രമല്ല, ബാലിൻ്റെ പ്രവാചകന്മാരെ, ആ ദേശത്തുണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരെയും നീക്കിക്കളഞ്ഞു. ആഹാബിൻ്റെ 70 മക്കളെ നീക്കിക്കളഞ്ഞു, അവരെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ആഹാബിൻ്റെ കുടുംബത്തെ ആ രാജ്യത്തിൻ്റെ തലപ്പത്ത് നിന്ന് തുടച്ചു മാറ്റിയതിനു ശേഷം അതിനെ ഒന്ന് തൂത്തുവാരി, ഇസ്രായേലിനെ ഒന്ന് തൂത്തുവാരി അതിനെ വൃത്തിയാക്കുന്ന ഒരു അനുഭവത്തിൽ ആ വിധത്തിൽ ദൈവം യേഹൂവിനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ബാലിൻ്റെ വിഗ്രഹങ്ങളെല്ലാം തകർത്ത് ബാലിൻ്റെ ക്ഷേത്രത്തെ മറപ്പുരയാക്കി തീർത്ത് അതിനെ നിന്ദിച്ച് അവഹേളിക്കത്തക്ക വിധത്തിൽ ദൈവം യേഹൂവിൻ്റെ കൈകളെ ശക്തിപ്പെടുത്തുകയാണ്. യേഹൂവിന് മേൽ ദൈവം പകർന്ന അഭിഷേകം അവിടെ പ്രവർത്തി ചെയ്യുകയാണ്. മാത്രമല്ല, അതിൻ്റെ 30-ാമത്തെ വചനത്തിൽ യഹോവ യേഹൂവിനോട്, എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ട് എൻ്റെ ഹൃദയപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തതുകൊണ്ടും നിൻ്റെ പുത്രന്മാർ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ 4-ാം തലമുറ വരെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. യേഹൂ ചെയ്തത് ദൈവത്തിന് ഇഷ്ടപ്പെടുകയാണ്. യേഹൂവിലൂടെ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം യേഹൂ പൂർത്തീകരിച്ചതുകൊണ്ട് ദൈവം മനസ്സ് തുറന്ന് യേഹൂവിനെ അനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറാക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ ഭരണം യേഹൂവിൻ്റെ കുടുംബത്തിലേക്ക് ദൈവം കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ ഏറ്റവും വിലയേറിയ അഭിഷേകമൊന്ന് സ്വന്തമാക്കുവാൻ, ദൈവത്താൽ അഭിഷേകം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഒരു പാട്ടുപാടി അതിൻ്റെ അവസാന സ്റ്റാൻസ് എത്തുമ്പോൾ കൈകൾ ഉച്ചത്തിലടിച്ച് അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് അഭിഷേകം പൂർത്തീകരിക്കപ്പെടുന്നില്ല.
ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് മുന്നേറുവാൻ ഈ അഭിഷേകത്തിലൂടെ ദൈവം നമ്മളെ സജ്ജരാക്കുകയാണ്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. മലയാളത്തിൽ അവിടെ പുഷ്ടി നിമിത്തം എന്ന് കാണുമ്പോൾ ഇംഗ്ലീഷ് വേർഷനുകളിൽ അനോയിൻറ്റിങ് എന്നുള്ളൊരു പദം നമുക്ക് കാണാം. അനോയിൻറ്റിങ് കൊണ്ട്, ഈ അഭിഷേകത്തിൻ്റെ പുഷ്ടി കൊണ്ട് ചില നുകങ്ങൾ തകർന്നു പോകും. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ദേശത്തിലൊക്കെ പിശാച് വച്ചിരിക്കുന്ന ചില നുകങ്ങളുണ്ടല്ലോ, നമ്മെ ഭാരം ചുമപ്പിച്ചുകൊണ്ട്, ഓരോ ദിവസവും നമ്മുടെ തല കുനിയിപ്പിച്ചുകൊണ്ട്, തല കുനിഞ്ഞവരെ പോലെ ദേശത്തിൽ നടക്കുമാറാക്കുന്ന പൈശാചിക കോട്ടകളെ തകർക്കുവാൻ, ആ നുകങ്ങളെ ഉടച്ചു കളയുവാൻ ഈ അഭിഷേകത്തിന് ശക്തിയുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വചനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രായന യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ, നസ്രായന യേശുവിൻ്റെ മുകളിലേക്ക് ദൈവം തൻ്റെ അഭിഷേകത്തെ അയച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു കർത്താവ് കടന്നു പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശുവിൻ്റെ കൈ വയ്ക്കുന്ന മുടന്തന്മാർ സൗഖ്യം പ്രാപിക്കുന്നു, കുരുടന്മാർ കാഴ്ച പ്രാപിക്കുന്നു, ഭൂതം ബാധിച്ചവരിൽ നിന്ന് ഭൂതങ്ങൾ അലറിയോടുന്നു. 38 വർഷമായി കിടക്കയിൽ ഒരേ കിടപ്പ് കിടക്കുന്ന പാരലൈസ്ഡ് ആയിട്ടുള്ളവർ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് തുടങ്ങുന്നു. 12 വർഷം ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ട സഹോദരിമാർ സൗഖ്യം പ്രാപിക്കുന്നു. ഇന്ന് പകലിലും കുനിഞ്ഞവരെ നിവർത്തുന്ന ദൈവത്തിൻ്റെ കരം അഭിഷേകമായി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, നമ്മുടെ മുകളിലേക്ക് അഭിഷേകത്തിൻ്റെ ശക്തി ദൈവം അയക്കുമ്പോൾ ഇതുപോലെ ചിലത് നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നടക്കുവാനായിട്ട് പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് തിരുവെഴുത്ത് തുറന്ന് യേശു കർത്താവ് തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന തിരുവചന ശബ്ദങ്ങൾ, ആ പ്രവചന ശബ്ദങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ഇതിനെ പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ അതോറിറ്റി, ഈ ദൈവത്തിങ്കൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ദാനം, ഈ ഏറ്റവും വലിയ ഗിഫ്റ്റിനെ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ ഈ നാളുകളിൽ ഒരുക്കുക. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മേൽ ഈ ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണ തോതിൽ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നിലേക്ക് പോകുമാറ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് നമ്മോട് കരുണ തോന്നട്ടെ. ദൈവത്തിൻ്റെ ഫേവറിനാൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജയത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നിലേക്ക് നയിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനായി ഒരുങ്ങുക, നമ്മുടെ അഭിഷേകത്തെ സൂക്ഷിക്കുക, വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവത്തിനോട് തന്നെ ചേർന്ന് നടക്കുവാൻ ഓരോ ദിവസവും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.